Yeah, recording. Yeah, recording started, I think. Okay, let's start. ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണല്ലേ, ഇനിയും ജോയിൻ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. ഒരു 5 minutes വെയിറ്റ് ചെയ്യണോ അതോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണോ? സാർ എന്നാൽ ഒരു 5 minutes വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാമോ? ഓക്കെ ശരി, ഓക്കെ. നമുക്ക് ഷാർപ്പ് 5:05 തുടങ്ങാം. ഓക്കെ സാർ. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. സമയം 5:05. ഓക്കെ സാർ. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജനറൽ എക്സെപ്ഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ആക്സിഡൻറ്റ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. അപ്പോൾ അതിനെ തുടർന്നുള്ള ടോപ്പിക്കുകൾ ഇന്ന് ആദ്യം തുടങ്ങുന്ന നെസസിറ്റി എന്നൊന്നും തുടങ്ങിയിട്ടാണ്. എന്താണ് ജനറൽ എക്സെപ്ഷൻസ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവർക്ക് അറിയാം. LLB കഴിഞ്ഞവർക്കെല്ലാം ആദ്യമേ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്, വ്യക്തമായി പഠിച്ചവരാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല. മാത്രമല്ല, ദർ വിൽ ബി എ പ്രസൻറ്റേഷൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്, എ റിവ്യൂ. അപ്പോൾ റിവ്യൂവിൽ എന്തായാലും അതെല്ലാം വരും എന്നുള്ളതുകൊണ്ട് ഐ ആം നോട്ട് റിപ്പീറ്റിംഗ് ഇറ്റ്. So let's start with the topic for today. It's a necessity. Let me present it. കാണാമല്ലോ അല്ലേ സ്ക്രീൻ?
ഓക്കെ. ആണ്. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിടത്തുനിന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ആക്സിഡന്റ് വരെ ആയിരുന്നു, ജനറൽ എക്സെപ്ഷൻസിൽ. അപ്പോൾ ഇന്ന് നമുക്ക് നെസസിറ്റി എന്താണ് എന്ന് നോക്കിയിട്ട് അതുമുതൽ ഉള്ളത് തുടങ്ങാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് കാണേണ്ടത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണെന്നും ജനറലി എന്താണെന്നും ആ രണ്ട് രീതിയിലുമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. നെസസിറ്റി എന്ന് പറയുന്നത് സെക്ഷൻ 81 പറയുന്നത്. നെസസിറ്റിയെ സംബന്ധിച്ച് സെക്ഷൻ 81 പറയുന്നത് ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിത്ത് ക്രിമിനൽ ഇൻറ്റന്റ് ആൻഡ് ടു പ്രിവെന്റ് അതർ ഹാം എന്നാണ്. അപ്പോൾ ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇൻറ്റന്റ് ആൻഡ് ടു പ്രിവെന്റ് അതർ ഹാം എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തിയുടെ ഫലമായി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുമെന്നറിയാം, പക്ഷേ ദാറ്റ് വാസ് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇൻറ്റന്റ് ആൻഡ് ടു പ്രിവെന്റ് അതർ ഹാം. മറ്റെന്തെങ്കിലും ഒരു ഹാം ഒഴിവാക്കാൻ വേണ്ടി, മറ്റെന്തെങ്കിലും ഒരു അപായം ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയാണ്, ഒരു ക്രിമിനൽ ഇൻറ്റന്റ് ഇല്ലാതെ ചെയ്ത പ്രവൃത്തിയാണ് എങ്കിൽ ആ പ്രവൃത്തി കാരണം ഉണ്ടാകുന്ന ഒരു അപായം അത് ഒഫൻസ് അല്ല എന്നാണ് സെക്ഷൻ 81 ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സെക്ഷൻ പറയുന്നത് നെഗറ്റീവായിട്ട് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നത്തിങ് ഈസ് ഒഫൻസ് എന്ന് പറഞ്ഞ് അതിനെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദ ഇൻറ്റൻഷൻ ഷുഡ് ബി ഇൻ ഗുഡ് ഫെയ്ത്ത്, മീൻസ് ഇറ്റ് ഷുഡ് ബി ഇൻ ഗുഡ് ഫെയ്ത്ത്, ആൻഡ് അതിനകത്ത് ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ ഉണ്ടാകാൻ പാടില്ല. ഗുഡ് ഫെയ്ത്തിലായിരിക്കണം, ക്രിമിനൽ ഇൻറ്റൻഷൻ ഉണ്ടാകാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫോർ ദ പർപ്പസ് ഓഫ് പ്രിവെൻറ്റിംഗ് ഓർ അവോയ്ഡിങ് അതർ ഹാം ടു പേഴ്സൺ ഓർ പ്രോപ്പർട്ടി. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം. സോറി, ഇടയിൽ ഒരു ചെറിയ കാര്യം വന്നു. അപ്പോൾ ഞാൻ പറയുന്നത് നെസസിറ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു അപായം സംഭവിക്കുന്നു, പക്ഷേ ആ അപായം എന്ന് പറയുന്നത് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇൻറ്റന്റ്, ഗുഡ് ഫെയ്ത്തിലാണ്. അതിൻ്റെ പർപ്പസ് എന്തായിരുന്നു? പ്രിവെൻറ്റിങ് ഓർ അവോയ്ഡിങ് അതർ ഹാം. അതർ ഹാം എന്തിനാണ് എന്ന് വെച്ചാൽ മറ്റൊരു അപായം ഒരു ആൾക്കോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്കോ, വസ്തുവിനോ, ഇതിന് രണ്ടിൽ ഏതിൽ സംഭവിക്കുന്നതാണെങ്കിലും അത് തടയാൻ വേണ്ടി ഉണ്ടായ പ്രവൃത്തി കൊണ്ട് ഉണ്ടായ അപായമാണെങ്കിൽ അത് ഒഫൻസ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എക്സ്പ്ലനേഷൻ ഉണ്ട്. എക്സ്പ്ലനേഷനിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് ഇൻ സച്ച് എ കേസ് വെദർ ദ ഹാം ടു ബി പ്രിവെന്റഡ് ഓർ അവോയ്ഡഡ് വാസ് ഓഫ് സച്ച് എ നേച്ചർ ആൻഡ് സോ ഇമ്മിനന്റ് ആസ് ടു ജസ്റ്റിഫൈ ഓർ എക്സ്ക്യൂസ് ദ റിസ്ക് ഓഫ് ഡൂയിങ് ദ ആക്ട് വിത്ത് ദ നോളജ് ദാറ്റ് ഇറ്റ് വാസ് ലൈക്ലി ടു കോസ് ഹാം എന്ന് പറഞ്ഞാൽ, ഒരു പ്രവൃത്തി ചെയ്തു, അപായമുണ്ടായി. ആ അപായം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ഒരു അപായം ആരുടെയെങ്കിലും വസ്തുവിനോ അല്ലെങ്കിൽ ആൾക്ക് തന്നെയോ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടി ചെയ്തതായിരുന്നോ അല്ലയോ, അത് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ആക്ട് ആണോ അല്ലയോ എന്നുള്ളത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട്. അത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട് കോടതിയിൽ. അപ്പോൾ വെറുതെ ഒരു ഡിഫൻസായിട്ട് ഇതിനെ എടുക്കാനും കഴിയില്ല. ഒരാൾക്ക് അപായം ഉണ്ടായി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഇതുണ്ടായി, നഷ്ടമുണ്ടായി എന്നിരിക്കൽ അത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട് അതുണ്ടായത് മറ്റൊരു അപായത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ അതിനെ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനകത്ത് ഒരു ഇലസ്ട്രേഷൻ പറയുന്നുണ്ട്. ഇലസ്ട്രേഷൻ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ന് പറയാൻ കാരണം, ഞാൻ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എക്സാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇലസ്ട്രേഷൻ അതേപടി ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഏതാണ് സെക്ഷൻ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല, അവർ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ ഇലസ്ട്രേഷനിൽ എന്താണ് ഈ സെക്ഷൻ ഉദ്ദേശിക്കുന്നത്? ഈ ഹെഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇൻറ്റന്റ് ആൻഡ് ടു പ്രിവെന്റ് അതർ ഹാം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇലസ്ട്രേഷനിൽ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, ആ സമയത്ത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് ഒരു ഷിപ്പ് ഓടിച്ചുകൊണ്ട് പോകുന്ന ക്യാപ്റ്റൻ, അയാൾ ആ ഓടിച്ചുകൊണ്ട് പോകുന്ന പാത്തിൽ നോക്കിയപ്പോൾ പെട്ടെന്ന് വേറൊരു ബോട്ട് പ്രത്യക്ഷപ്പെടുന്നു. ആ ബോട്ട് ബി, സേ ഫോർ എക്സാമ്പിൾ, ആ ബോട്ട് എന്ന് പറയുന്നത്
ബോട്ടിനകത്ത് 10-20 ആൾക്കാർ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ 10-30 പേര് ഇരിപ്പുണ്ട്. അപ്പോൾ ആ 30 പേര് ഈ കപ്പലിന്റെ നേരെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ക്യാപ്റ്റന് ഒരു കാര്യം മനസ്സിലാകുക, ഇതിനെ ദിശ മാറ്റിയില്ലെങ്കിൽ അതിനകത്തിരിക്കുന്ന 10-30 പേര് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ ഷിപ്പ് പോയിട്ട് തട്ടിയിട്ട്. അപ്പോൾ ക്യാപ്റ്റന്റെ കയ്യിൽ ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, അതിനെ ഒന്ന് തിരിക്കുക, അതിന്റെ ഡയറക്ഷൻ മാറ്റുക. ആ ഡയറക്ഷൻ മാറ്റാൻ വേണ്ടി നോക്കുമ്പോൾ അപ്പുറത്ത് വേറൊരു ബോട്ട് ബോട്ട് സി ആ വേറൊരു ബോട്ട് വരുന്നുണ്ട്. പക്ഷെ ആ ബോട്ടിനകത്ത് 2 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ക്യാപ്റ്റന് മനസ്സിലായി, ഇപ്പോൾ ഞാൻ ദിശ മാറ്റിയില്ല എങ്കിൽ, ബോട്ട് സി വരുന്ന ദിശയിലേക്ക് ഇതിനെ മാറ്റിയില്ലെങ്കിൽ ബോട്ട് ബിയിലുള്ള 30 പേര് തീരും, മരണപ്പെടും. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലുള്ള വാട്ട്സ് ദ വേ ഔട്ട്? ദ വേ ഔട്ട് ഫോർ മീ ഈസ് ടു ഡൈവേർട്ട് എനിവേ, ആൻഡ് ഇഫ് സപ്പോസ് ഇറ്റ് ഹിറ്റ് ദ ബോട്ട് സി, ഓൺലി 2 persons വിൽ ഡൈ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ക്യാപ്റ്റൻ ചിന്തിക്കുന്നു 30 പേരെ രക്ഷപ്പെടുത്താം, 2 പേര് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച്, ഇഫ് ഹി deviates from his path to protect boat B, it may not be an offense, because here his intention was to prevent a bigger harm, a greater injury, greater harm. അതിനു വേണ്ടി അയാൾ ചെയ്തതാണ്. പക്ഷേ ഇവിടെ എന്തായാലും ഒരു ഹാം ഉണ്ടാകുന്നു. എങ്ങനെ? ബോട്ട് സിയെ ഹിറ്റ് ചെയ്യുന്നു, ബോട്ട് സിയിലുള്ള ആൾക്കാർ അത് കാരണം മരിക്കുന്നു. പക്ഷെ അത് എന്തല്ല, അത് ഒരു ഒഫൻസായി മാറില്ല, ബിക്കോസ് he wanted to prevent a greater harm or a bigger harm which otherwise might have caused. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ എന്താണ്? ഗുഡ് ഇൻറ്റൻഷൻ ആണ്, ഗുഡ് ഫെയ്ത്ത് ആണ്. അതിനകത്ത് എന്തില്ല? ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ ഇല്ല. ബോട്ട് സിയെ യഥാർത്ഥത്തിൽ ഇടിച്ചിടണം എന്നുള്ള ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. സോ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് വെദർ ദ ഹാം ടു ബി പ്രിവെൻറ്റഡ് ഓർ അവോയ്ഡഡ് വാസ് സച്ച് ഓഫ് നേച്ചർ ആൻഡ് സോ ഇമിനൻറ്റ്. എന്നുവെച്ചാൽ ഇതല്ലാതെ വേറെ വഴിയില്ല, എത്രയും പെട്ടെന്ന് അത് ചെയ്തേ പറ്റുള്ളായിരുന്നു. അപ്പോൾ അത് ആ ആള് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്ത് അത് ജസ്റ്റിഫൈ ചെയ്താൽ ദിസ് ഡിഫൻസ് വിൽ കം ഇൻ ടു പിക്ചർ ആൻഡ് ദർ വോണ്ട് ബി എനി ഒഫൻസ്. അതുപോലെ മറ്റൊരു ഇലസ്ട്രേഷൻ, ഈ ഇലസ്ട്രേഷൻസ് എല്ലാം IPCയിൽ കൊടുത്തിട്ടുള്ള ഇലസ്ട്രേഷൻസ് ആണ്, ഇത് പുറത്തുനിന്ന് എടുത്തതല്ല. മറ്റൊരു ഇലസ്ട്രേഷനിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു വലിയ ഫയർ ഉണ്ടായി. അപ്പോൾ ഫയർ ഉണ്ടായപ്പോൾ എന്ത് പറ്റി? അവിടെ ഉണ്ടായിരുന്ന ഞാൻ നോക്കിയപ്പോൾ അടുത്ത വീടുകളിലോട്ട്, ചെറിയ ചെറിയ വീടുകളുണ്ട്, കുടിലുകൾ പോലെയുള്ള വീടുകളായിരിക്കാം, ആ വീടുകളിലോട്ട് തീ പടരാനുള്ള സാധ്യതയുണ്ട്. ആ തീ പടരുന്ന രീതി വെച്ച് അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ അടുത്തുള്ള വീടുകളൊക്കെ എന്ത് ചെയ്യുന്നു? വലിച്ചിടുന്നു, അതിലോട്ട് തീ പടരാതിരിക്കാനായിട്ട്. സോ അങ്ങനെ ചെയ്താൽ അത് അയാളുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ അത് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താണ്? ആൾക്കാരെ രക്ഷിക്കുക, പ്രോപ്പർട്ടിയെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അങ്ങനെ പ്രോപ്പർട്ടിയെയും ആൾക്കാരുടെ ലൈഫിനെയും രക്ഷിക്കുക അല്ലെങ്കിൽ സേവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഗുഡ് ഫെയ്ത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അത് മറ്റൊരു തരത്തിൽ ഹാംഫുൾ ആവുകയാണ്, അല്ലെങ്കിൽ ചെറിയ അപായം ഉണ്ടാവുകയാണ്, കാരണം വീടുകൾ താഴെ പോകുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് വലിയൊരു ഹാം ഒഴിവാക്കുക എന്നുള്ളതാണ്, ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ അതിനെ ഗുഡ് ഫെയ്ത്തിൽ ഡീൽ ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരു ഡിഫൻസ് ആയിട്ട് കണക്കാക്കാം, ഇതൊരു ജനറൽ എക്സെപ്ഷൻ ആയിട്ട് കണക്കാക്കാം. അത് ദാറ്റ് വോണ്ട് ബി എ ഒഫൻസ്. അതാണ് ഈ എക്സ്പ്ലനേഷൻ, ഈ ഇല്ലസ്ട്രേഷനിൽ പറയുന്നത്. സോ ദീസ് ആർ ദ ബേസിക് ഫാക്ടേഴ്സ് റിഗാർഡിങ് നെസസിറ്റി. അപ്പോൾ നെസസിറ്റി എന്ന് സെക്ഷനിൽ എഴുതിയിട്ടില്ല. വാട്ട് ഇറ്റ് ഡിസ്ക്രൈബ്സ് ഈസ് ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇൻറ്റന്റ് ആൻഡ് ടു പ്രിവെൻറ്റ് അതർ ഹാം. അതായത് ഗുഡ് ഫെയ്ത്തിൽ ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ ഇല്ലാതെ മറ്റൊരു വലിയ ഹാം ഒഴിവാക്കാനായിട്ട്. ഹാം എന്ന് പറയുന്നത് ടു പേഴ്സൺ ഓർ ടു പ്രോപ്പർട്ടി, അത് രണ്ടും ആകാം. അപ്പോൾ അത് ഒഴിവാക്കാൻ ആ ഗുഡ് ഫെയ്ത്തിൽ ക്രിമിനൽ ഇൻറ്റൻഷൻ ഇല്ലാതെ ചെയ്തതാണെങ്കിൽ ഒരു ഹാം ഉണ്ടായാലും ദാറ്റ് ഹാം വിൽ ബി ജസ്റ്റിഫൈഡ് or it can be taken as a defense, general defense. ഓക്കെ, ഇതാണ് നെസസിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു പോകാനുള്ളത്, ഇതിനകത്ത് ഈ ഡിഫൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 2 സാഹചര്യങ്ങളിൽ അപ്ലൈ ചെയ്യപ്പെടില്ല, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഫെയിൽ അണ്ടർ ദീസ് ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. ഏതൊക്കെയാണത്? ഒന്ന്, ഇഫ് ഒഫൻസ് കമ്മിറ്റഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഹാം അവോയ്ഡഡ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞ കേസ് എടുത്താൽ മതി.
ഈ ഇലസ്ട്രേഷൻ എയിൽ പറഞ്ഞത് ക്യാപ്റ്റൻ ആ ഷിപ്പിനെ ഡയറക്ഷൻ മാറ്റി സിയിൽ കൊണ്ടിടിച്ചു. അതിൻ്റെ ഉദ്ദേശം ബിയെ സേവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം ബിയിൽ 30 പേരുണ്ട്, സിയിൽ 2 ആൾക്കാരേ ഉള്ളൂ. ബോട്ട് സിയിൽ 2 പേര്, ബോട്ട് ബിയിൽ 30 ആൾക്കാർ. അപ്പോൾ 30 ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി, സേവ് ചെയ്യാൻ വേണ്ടി, 30 പേരുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് അയാൾ ചെയ്തത് എന്താണ്? അയാൾ ഈ ബോട്ട് സിയിൽ 2 പേരുള്ള ബോട്ടിനെ കൊണ്ട് ഇടിച്ചു. അപ്പോൾ ഇവിടെ സപ്പോസ് നമ്മൾ ഈ കേസിനെ വേറെ രീതിയിൽ കണ്ടാൽ, ബോട്ട് സിയെ സേവ് ചെയ്യാനായിട്ട് ബോട്ട് ബിയെ കൊണ്ടിടിക്കുന്നു. ക്യാപ്റ്റൻ നോക്കുമ്പോൾ നേരെ വരുന്നത് ബോട്ട് സി ആണ്, അതിൽ 2 പേരുണ്ട്. പക്ഷെ ബോട്ട് ബിയിൽ ആള് 30 പേരുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നേരെ വരുന്ന സി ആണ്. അദ്ദേഹത്തിന് തോന്നുന്നു ഈ ബോട്ട് സിയെ നമുക്ക് രക്ഷപ്പെടുത്താം, ബി ബോട്ട്, കാരണം എൻ്റെ നേരെ വരുന്നത് ബോട്ട് സി അല്ലേ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ബോട്ട് ബിയെ ആണ് ഇടിച്ചിടുന്നതെങ്കിൽ അത് എക്സെപ്ഷനായി മാറുമോ? ഇല്ല എന്നാണ്. അതൊരു എക്സെപ്ഷനായിട്ട് എടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദ ഒഫൻസ് കമ്മിറ്റഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഹാം അവോയ്ഡഡ്. അപ്പോൾ അവിടെ 2 പേരെ സേവ് ചെയ്യാൻ 30 പേരെ തള്ളിയിട്ട് കഴിഞ്ഞാൽ അത് എന്ന് പറയാൻ കഴിയില്ല, ഒരു നെസസിറ്റി എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ. അതുപോലെ മറ്റൊന്ന് പറയുന്നത് എന്താണെന്ന്, ഇഫ് ദ ഹാം കുഡ് ബി അവോയ്ഡഡ് ബൈ അതർ മെത്തേഡ്സ്. അതായത് മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രോപ്പർട്ടി തള്ളിയിടാതെ മറ്റേതെങ്കിലും രീതിയിൽ അത് അവോയ്ഡ് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ, ആ പോസിബിലിറ്റി ആ സമയത്ത് ഉണ്ടായിട്ട് കൂടി അത് ചെയ്തില്ല എങ്കിൽ ഈ ഡിഫൻസ് അപ്പോഴും എടുക്കാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ രണ്ടാമത് പറഞ്ഞ ഇലസ്ട്രേഷനിൽ ഫയർ ഉണ്ടായി. അപ്പോൾ അത് അടുത്ത വീടുകളിലേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് ആ വീടുകൾ വലിച്ച് താഴെ ഇടുന്നു. അപ്പോൾ അങ്ങനെ താഴെ ഇടുമ്പോൾ സംഭവിക്കുന്നത് പ്രോപ്പർട്ടിക്ക് നാശനഷ്ടം വരികയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ കയ്യിൽ അവിടെ അപ്പോൾ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്താണ്? അവിടെ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഉണ്ടായിരുന്നു. ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് വെച്ച് ഞാൻ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്താമായിരുന്നു. അത് ചെയ്തില്ല. അപ്പോൾ അത് ചെയ്യാതെ ഇങ്ങനെ ചെയ്താൽ അത് ഒരു ഡിഫൻസ് ആയിട്ട് ചിലപ്പോൾ എടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, ദ ഡിഫൻസ് ഓഫ് ഇൻസാനിറ്റി വിൽ ഫെയിൽ അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. ഒന്ന്, ഇഫ് ദ ഒഫൻസ് കമ്മിറ്റഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഹാം അവോയ്ഡഡ്, ഓർ ഇഫ് ദ ഹാം കുഡ് ബി അവോയ്ഡഡ് ബൈ അതർ മെത്തേഡ്സ്. ഈ 2 സാഹചര്യങ്ങളിൽ ഈ ഇൻസാനിറ്റി, നെസസിറ്റി എന്ന് പറയുന്ന ഡിഫൻസ് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ സെക്ഷൻ പറയുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, സെക്ഷൻ 81 എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ഇംഗ്ലീഷ് ലോ പ്രിൻസിപ്പിൾ, കമ്പൾഷൻ ബൈ നെസസിറ്റി എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലോ പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് നെസസിറ്റി എന്ന് പറയുന്ന ഒരു ഡിഫൻസ് നമ്മുടെ പീനൽ കോഡിൽ വന്നത്. When a person faces 2 evil situations, one of which is unavoidable, he chooses the one which is lesser in harm than the other which is greater in harm. അതാണ് ഈ പ്രിൻസിപ്പളിൻ്റെ പ്രയോഗം. അതായത് 2 ഈവിൾ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നു, അതിൽ ഒന്ന് അൺഅവോയ്ഡബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ലെസ്സർ ഹാം ഉള്ളത് ചൂസ് ചെയ്യുന്നു, ഗ്രേറ്റർ ഹാം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിനെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ഈ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് നെസസിറ്റി. ഇതിനകത്തൊരു പഴയ കേസുണ്ട്, ക്യൂൻ വേഴ്സസ് ഡഡ്ലി ആൻഡ് സ്റ്റീവൻസ്. ഈ കേസിൽ നിങ്ങൾ LLBക്ക് പഠിച്ചിട്ടുള്ള കേസാണ്. ഒരു 4 പേര് ഒരു വലിയ സ്റ്റോം എന്ന് പറഞ്ഞാൽ വലിയ കൊടുങ്കാറ്റ് വന്ന് അവർ പുറംകടലിൽ അകപ്പെട്ടു. അപ്പം ദിവസങ്ങളോളം, ആഴ്ചകളോളം പുറംകടലിൽ ഒന്നും കഴിക്കാൻ പറ്റാതെ അങ്ങനെ അവർക്ക് കഴിഞ്ഞു കൂടേണ്ടി വന്നു ഒരു ചെറിയ ബോട്ടിൽ. അപ്പോൾ അങ്ങനെ അവർ കഴിഞ്ഞു വന്ന സമയത്ത് എല്ലാവരും വിശപ്പ് ആയി വളരെ ബുദ്ധിമുട്ടിയപ്പോൾ ഇതിനകത്ത് ഒരു കൊച്ചുകുട്ടിയും ബാക്കി 3 പേരും മുതിർന്നവരുമായിരുന്നു. ആ 3 മുതിർന്നവർ എന്ത് ചെയ്തു? ഈ കുട്ടിയെ കൊന്നിട്ട് അവർ കഴിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് അവർ രക്ഷപ്പെട്ട് കരയ്ക്ക് വന്നപ്പോഴത്തേക്കും അവർ ഒരു പുതിയ അവർക്കെതിരെ കേസെടുത്തപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കേസിൽ ഞങ്ങൾക്ക് അന്ന് വേറെ നിവൃത്തിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ മരണപ്പെടുമായിരുന്നു, അപ്പോൾ ഞങ്ങളുടെ മരണം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കോടതി അവരുടെ പ്രവൃത്തിയെ സമ്മതിച്ചില്ല, അതിൻ്റെ ഒരു ഡിഫൻസ് ആയിട്ട് എടുക്കാൻ സമ്മതിച്ചില്ല. നിങ്ങളുടെ പട്ടിണി മാറാനായിട്ട് മറ്റൊരാളെ കൊല്ലാനുള്ള അവകാശമില്ല. അപ്പോൾ ഈ നെസസിറ്റി എന്ന് പറയുമ്പോൾ അത് ഇമ്മിനൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കണം, അത് വേറൊരു ഗ്രേറ്റർ ഹാമിനെ അവോയ്ഡ് ചെയ്യാനായിരിക്കണം എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെത്തേഡ്സിൽ അവോയ്ഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ കഴിയണം.
ഈ പറഞ്ഞ കേസിൽ അതൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് കോടതി പറഞ്ഞു അങ്ങനെ ഒരാളെ കൊന്നിട്ട് അത് നിങ്ങൾ കഴിച്ച് നിങ്ങൾ രക്ഷപ്പെട്ടു വന്നതിന് അതൊരു നെസസിറ്റി ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നെസസിറ്റിയെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത് ആസ് എ ജനറൽ എക്സെപ്ഷൻ. അത് മനസ്സിലാക്കി വയ്ക്കുക. പ്രധാനമായിട്ട് ആ 3 പോയിന്റ്: ഒന്ന് ക്രിമിനൽ ഇന്റൻഷൻ ഇല്ലായിരിക്കണം, ഗുഡ് ഫെയ്ത്തിലായിരിക്കണം, പിന്നെ ഇത് ഇറ്റ് ഈസ് ഫോർ പ്രിവെന്റിംഗ് ഓർ അവോയ്ഡിംഗ് അതർ ഹാം ടു പേഴ്സൺ ഓർ പ്രോപ്പർട്ടി. പിന്നെ ഈ 2 രജിസ്ട്രേഷനും ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിലെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് കമ്പൽഷൻ ബൈ നെസസിറ്റി ആണ്. പിന്നെ ഇതിനകത്ത് എപ്പോഴൊക്കെ ആ ഡിഫൻസ് നമുക്ക് അവൈൽ ചെയ്യാൻ കഴിയില്ല, അണ്ടർ 2 സർക്കംസ്റ്റാൻസസ്. അത് രണ്ടും കൂടെ മനസ്സിലാക്കുക. സോ ദിസ് ഈസ് നെസസിറ്റി. അപ്പോൾ നമ്മൾ അടുത്തതിലോട്ട് പോവാം. നെക്സ്റ്റ് ഡിഫൻസ് ഈസ് ഇൻഫാൻസി. ഇൻഫാൻസി എന്ന് പറയുന്നത് സെക്ഷൻ 82-ലും 83-ലുമായിട്ടാണ് ഡെപിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇൻസാനിറ്റിക്കകത്ത് 2 കാര്യങ്ങളാണ്, ഇൻഫാൻസിക്കകത്ത് 2 കാര്യങ്ങളാണ് ആക്ടിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ 7 years ഓഫ് ഏജ്, സെക്ഷൻ 82-ൽ പറയുന്നു. അതായത് 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെ പ്രവൃത്തികൾ. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഈസ് ഡൺ ബൈ എ ചൈൽഡ് അണ്ടർ 7 years ഓഫ് ഏജ്. അതിന്റെ കാരണം 7 years ഓഫ് ഏജിന് താഴെയുള്ള ആൾക്കാരെ എന്ന് പറയുന്നത് ഡോളി ഇൻകപ്പാക്സ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ചൈൽഡ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് ഹാവിംഗ് മെൻസറിയ ടു കമ്മിറ്റ് എ ക്രൈം. നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചൈൽഡ് ബിലോ 7 years ആർ ടോട്ടലി ഇമ്മ്യൂൺ ഫ്രം പ്രോസിക്യൂഷൻ. സാധാരണഗതിയിൽ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരു കുറ്റകൃത്യം ചെയ്യാൻ കഴിയില്ല, അതിനുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നാണ്. ഓക്കെ. അതേസമയം സെക്ഷൻ 83-ല് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 7 വയസ്സിന് മുകളിലുള്ളവർ, പക്ഷെ 12 വയസ്സിന് അകത്തുള്ളവർ. അപ്പൊ 7-നും 12-നും ഇടയ്ക്കുള്ളവരുടെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 7 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഇഫ് ഇറ്റ് ഈസ് ടോട്ടലി ഇമ്മ്യൂൺ, പക്ഷെ 7-നും 12-നും ഇടയ്ക്കുള്ള കാര്യത്തിൽ ഇറ്റ് ഈസ് ഓൺലി പാർഷ്യൽ. എന്തുകൊണ്ടാണ് വി ആർ ടെല്ലിങ് ഇറ്റ് ഈസ് ഓൺലി പാർഷ്യൽ? അതിന്റെ കാരണം അവിടെ ഒരു ചെറിയ ക്ലോസ് ചേർത്തിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ he should be or should not be in a particular state of affair where he can understand or he has the maturity to understand, to judge the nature of the consequences of his conduct. 7-നും 12-നും ഇടയ്ക്കുള്ള ആൾക്കാരെ സംബന്ധിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം എന്നാണ് കൺസെപ്റ്റ്. അപ്പോൾ ആ കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ ഈ 7-നും 12-നും ഇടയ്ക്കുള്ള ആൾക്കാർ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അതിൽ നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ആ കാര്യം മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് കൂടെയാണ്. അപ്പോൾ അത് നോക്കണമെന്നാണ്. അങ്ങനെ സഫീഷ്യന്റ് മെച്യൂരിറ്റി ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ they will be given exemption. അതുകൊണ്ടാണ് പാർഷ്യൽ എക്സംഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. ഫുള്ളി എക്സെപ്റ്റഡ് അല്ല. ഇൻ ദ കേസ് ഓഫ് ചൈൽഡ് ബിലോ 7 ഇറ്റ് ഈസ് ഫുള്ളി എക്സെപ്റ്റഡ്. അപ്പോൾ ഇവരുടെ കേസിൽ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ അറിയാൻ മനസ്സിലാക്കാൻ കഴിയും സാധാരണഗതിയിൽ എന്നാണ് 7-നും 12-നും ഇടയ്ക്കുള്ളവർ. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവരായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ ഇറ്റ് ക്യാൻ ബി എ ഡിഫൻസ്. അപ്പോൾ ഇത് ഇതിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മലീഷ്യസ് സപ്ലറ്റ് റോയറ്റം എന്ന് പറയും. എന്ന് വെച്ചാൽ വെൻ ദ ഏജ് ഗ്രോസ് ഓർ വെൻ ദ പീപ്പിൾ ആർ യങ്ങർ ദർ അണ്ടർസ്റ്റാൻഡിങ് വിൽ ബി ലെസർ ദ അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെയാണ് ഇത് നമ്മുടെ നിയമത്തിൽ പറയുന്നത്. പക്ഷെ സഫീഷ്യന്റ് മെച്യൂരിറ്റി ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അറിവുണ്ടായിരുന്നു എന്ന് കണ്ടാൽ ദേ വിൽ ബി ലൈബിൾ. അവർക്ക് ഈ എക്സെപ്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇൻഫാൻസിയെ സംബന്ധിച്ച് ഈ 2 കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ. സെക്ഷൻ 82-ലും 83-ലും ഏജാണ് പ്രധാനം. ഒന്ന് 7 വയസ്സ് വരെ, മറ്റൊന്ന് 7-നും 12-നും ഇടയ്ക്ക്. ഒന്ന് ഫുള്ളി എക്സെപ്റ്റഡ് ആണെങ്കിൽ മറ്റൊന്ന് ഫുള്ളി അല്ല, പാർഷ്യലി ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇൻഫാൻസിയെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്. അത് കഴിഞ്ഞ് സെക്ഷൻ 84-ൽ പറയുന്നത് ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. ഇതിനെ നമ്മൾ ഇന്ത്യൻ ലോയിൽ ഇൻസാനിറ്റി എന്നും പറയും. എന്താണ് ഇൻസാനിറ്റി അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡിന്റെ കാര്യത്തിൽ സെക്ഷൻ 84 പറയുന്നത്? സെക്ഷൻ 84 പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് ദാറ്റ് ആക്ട് ഇഫ് ദ പേഴ്സൺ ഈസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്നാണ്. then nothing will be an offense. ഒരാൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നു,
But at the time of doing it, he was unsound, and because of his unsoundness of mind, he was incapable of knowing the nature of the act. For that, he is doing what is either wrong or contrary to law. നിയമം അനുസരിച്ച് ഉള്ള കാര്യമല്ല അയാൾ ചെയ്യുന്നത്. പക്ഷെ അയാൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ആ സമയത്ത് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇരിക്കണമെന്നാണ്. ഇതിങ്ങനെ പറയാൻ കാരണം, ചില കേസുകളിൽ ചില ആൾക്കാർക്ക്, നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ചില പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുമ്പ് അയാൾക്ക് നല്ല അണ്ടർസ്റ്റാൻഡിങ് കാണും, പക്ഷെ ആ പർട്ടിക്കുലർ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അതിനെ സംബന്ധിച്ചൊരു അറിവില്ലാതെ ഉണ്ട്. എന്ന് വെച്ചാൽ അയാളുടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇല്ലാതെ. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ആണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ജനറലി. അതല്ലാതെ വെറുതെ പ്ലീഡ് ചെയ്യാൻ വേണ്ടി പ്ലീഡ് ചെയ്താൽ ഇതിനെ ഒരു ഡിഫൻസ് ആയിട്ട് അലോ ചെയ്യാറില്ല. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഒരു ബേസിക് പ്രിൻസിപ്പിളുണ്ട് ഇതിനെ സംബന്ധിച്ച്, ഇൻസാനിറ്റിയെ സംബന്ധിച്ച്. വൺ ഹൂ ഈസ് ഇൻസൈൻ ഹാസ് നോ മൈൻഡ് ആൻഡ് ഹെൻസ് കനോട്ട് ഹാവ് ദ നെസസറി മെൻസ് റിയാക്ട് ടു കമ്മിറ്റ് എ ക്രൈം എന്നാണ്. അപ്പോൾ സ്വന്തമായി ചെയ്യുന്നതല്ല, അത് ചെയ്യപ്പെടുന്നതാണ്. ഡ്യൂ ടു എന്തൊക്കെ കാരണങ്ങളുണ്ടാവാം? ഒന്ന്, നോ ഫ്രീ വിൽ, അല്ലെങ്കിൽ ബോൺ ഇഡിയറ്റ്, അല്ലെങ്കിൽ ടെമ്പററി ഫെയില്യൂർ, മാഡ് മാൻ, അൺകോൺഷ്യസ്, ഇൻടോക്സിക്കേഷൻ, ഇതെല്ലാം ആവാൻ കാരണമാണ്. ഒരു ഫേമസ് കേസുണ്ട്, മക്നട്ടൺസ് കേസ്. ഇത് നമ്മൾ മിസ്റ്റേക്കിലും പഠിച്ചതാണ്. മക്നട്ടൺസ് കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ആ പ്രതി ആയിട്ടുള്ള ആള് ഒരാളെ കൊല്ലുന്നു. ബ്രിട്ടീഷ് പ്രൈവറ്റ് സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്റർ അയാളെ കൊല്ലുന്നു. അയാൾ കൊന്നതിന് ശേഷം പറയുന്നത്, ഞാനൊരു മിസ്റ്റേക്കിൽ അത് ചെയ്തതാണ്, കാരണം ഞാൻ വിചാരിച്ചത് ഇത് പ്രൈം മിനിസ്റ്ററാണ്, അയാളെയാണ് ഞാൻ കൊല്ലാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. പ്രൈം മിനിസ്റ്ററെ കൊല്ലാൻ ഉദ്ദേശിച്ചെങ്കിലും ഞാൻ പ്രൈം മിനിസ്റ്റർ എന്ന് വിചാരിച്ച് കൊന്നത് ഇയാളെയാണ് എന്ന് പറഞ്ഞൊരു ഡിഫൻസ് പറയുന്നത്. കാരണം ആ സമയത്ത് ഞാൻ അതും വിചാരിച്ചുകൊണ്ടാണ് ചെയ്തത്, എനിക്ക് ആ സമയത്ത് അത് അറിവില്ലായിരുന്നു എന്താണ് ഈ ആള് ഇതാണെന്നുള്ളത് എന്ന് പറഞ്ഞ് പറയുന്നു. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഒരു ഡിഫൻസ്, അത് ആ സമയത്ത് അയാൾ എന്താണ് ചെയ്തതെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് എടുത്ത ഡിഫൻസിനെ അവിടുത്തെ ഹൗസ് ഓഫ് ലോർഡ്സ് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ അംഗീകരിച്ച കേസാണ് മക്നട്ടൺസ് കേസ്. അപ്പോൾ ഇവിടെ പറയുന്നതാണ്, ദ ടൈം ഓഫ് ഡൂയിങ് ദാറ്റ് അയാളുടെ പിന്നെ മൈൻഡ് എന്തായിരുന്നു, അവർ കേപ്പബിൾ ആയിരുന്നോ അല്ലയോ ടു നോ ദ നേച്ചർ ഓഫ് ദ ആക്ട്, അതാണ് അതിനകത്ത് നോക്കേണ്ടതെന്നാണ്. അതുപോലെ മറ്റൊരു കേസ്, അഹമ്മദ് വേഴ്സസ് കിങ് എന്ന് പറഞ്ഞ് 1949 ഒരു കേസിൽ പറയുന്നത്, അയാളുടെ മകനെ കൊന്നു, അയാളുടെ മകനെ കഴുത്തിൽ കത്തി കയറ്റി കൊന്നു. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ നിന്ന് ആരോ പറഞ്ഞു, അയാൾ ആ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാനത് ചെയ്തത്, അത് ഇങ്ങനെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞത് ഇങ്ങനെ മകനെ ബലി കൊടുക്കണം, മകനെ കൊന്ന് ബലി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് ഞാൻ ചെയ്തതാണ്, അല്ലാതെ ഞാൻ മറ്റൊരു ഇൻറ്റൻഷനോടെ ചെയ്തതല്ല എന്ന് പറഞ്ഞ് ഒരു പ്ലീ എടുത്തു. അതും കോടതി അംഗീകരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കോടതികൾ അംഗീകരിച്ചിട്ടുണ്ട് മുമ്പ്. പക്ഷെ ഇപ്പോൾ ഇതൊന്നും ഒരു ഡിഫൻസായിട്ട് ഇന്ത്യൻ കോടതികളിൽ വലുതായിട്ട് വരാറില്ല, ഇങ്ങനെ ഉള്ള ഡിഫൻസൊന്നും അംഗീകരിക്കാറില്ല. അതേസമയം ഇൻസാനിറ്റി ആക്ച്വലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കേസുകളിൽ അത് പ്രൂവ് ചെയ്യപ്പെട്ടാൽ അതൊരു ഡിഫൻസ് തന്നെയാണ്. മറ്റൊരു കേസും, ഒരു ഫേമസ് കേസ് നിങ്ങൾ LLBക്ക് പഠിച്ചതുണ്ട്, ലക്ഷ്മൺ ദാത്തൂസ് കേസ്. ഈ കേസിൽ പിള്ളേർ കരയുന്ന ശബ്ദം കേട്ട് അയാൾക്ക് ദേഷ്യം വരികയും ആ പിള്ളേരെ കൊല്ലുകയും ചെയ്ത കേസാണ്. അപ്പോൾ ആ കേസിൽ പക്ഷേ കോടതി അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തില്ല, കാരണം ഇതൊരു ഡിഫൻസായിട്ട് എടുക്കാൻ കഴിയില്ല, ഇതൊരു അൺസൗണ്ട് മൈൻഡ് പേഴ്സണിൻ്റെ ഒരു രീതിയല്ല, അല്ല അങ്ങനെ ഒരു ഇതിനെ ഒരു അൺസൗണ്ട്നെസ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്ന് പറയും. അപ്പോൾ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഇൻസാനിറ്റി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എന്താണ്, ഈ നോ ഫ്രീ വിൽ, അല്ലെങ്കിൽ ബോൺ ഇഡിയറ്റ്, അല്ലെങ്കിൽ ടെമ്പററി ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അൺകോൺഷ്യസ്, അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷൻ കാരണം ഉണ്ടായതായിരിക്കണം എന്നാണ്. ഒരു മിനിറ്റ്.
ഒരു 2-3 മിനിറ്റ്സ് ബ്രേക്ക്. എൻ്റെ വീട്ടിലൊരാൾ വന്നിരിക്കുന്നു, ഒരു 2 മിനിറ്റ്. ഓക്കെ, ഹോൾഡ് ചെയ്താൽ മതി, ഞാനിപ്പോൾ വരാം. ഓക്കെ സർ. ആ. ഓക്കെ, സോറി, ഞാൻ വീട്ടിലൊരാൾ വന്ന് പെട്ടെന്ന്. വി ക്യാൻ കണ്ടിന്യൂ. അപ്പോൾ ഇൻസാനിറ്റിയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഇതിനകത്ത് ഈ പ്രധാനപ്പെട്ട 2-3 പോയിന്റ് ഓർക്കാനേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിച്ചാൽ എഴുതാനായിട്ട് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറ്റ് ദ ടൈം ഓഫ് ഡൂയിങ് ദ ആക്ട് ദാറ്റ് പേഴ്സൺ ഷുഡ് ബി ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ഓർ ഹി ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് നോയിങ് ദ നേച്ചർ ഓഫ് ദ ആക്ട്. അതാണ് ഇതിനകത്ത് തമ്പ് റൂൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമ്മുടെ ഇന്ത്യൻ ലോയെ സംബന്ധിച്ചൊരു മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസമുള്ളത് മെഡിക്കൽ ഇൻസാനിറ്റിയും ലീഗൽ ഇൻസാനിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇന്ത്യൻ ലോയിൽ മെഡിക്കൽ ഇൻസാനിറ്റി അല്ല നമ്മുടെ ഡിഫൻസായിട്ട് എടുക്കാനായിട്ട് പിന്നെ അലോ ചെയ്തിട്ടുള്ളത്, ലീഗൽ ഇൻസാനിറ്റി മാത്രമാണ്. അപ്പോൾ ലീഗൽ ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് വിച്ച് ഇൻകപ്പാസിറ്റേറ്റ്സ് എ പേഴ്സൺ ഫ്രം നോയിങ് ദ നേച്ചർ ഓഫ് ദ ആക്ട്. മെഡിക്കൽ ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ മെന്റൽ അബ്നോർമാലിറ്റിയാണ്. പക്ഷേ ആ മെന്റൽ അബ്നോർമാലിറ്റി എന്ന് പറയുന്നതിനെ ഒരു ഡിഫൻസ് ആയിട്ട് എടുക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ കോർട്ട്സ് ആർ കൺസേൺഡ് വിത്ത് ഓൺലി ലീഗൽ ഇൻസാനിറ്റി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറസിസ്റ്റബിൾ ഇമ്പൾസ് ആസ് എ ഡിഫൻസ്. എന്താണ് ഇറസിസ്റ്റബിൾ ഇമ്പൾസ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻസാനിറ്റി വേർ ദ പേഴ്സൺ ഈസ് അണേബിൾ ടു കൺട്രോൾ ഹിസ് ആക്ഷൻസ്. അതായത് ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിലും അയാൾക്കറിയാം ഈ ആക്ട് എന്ന് പറയുന്നത് റോങ് ആണ് ഞാൻ ചെയ്തത്, പക്ഷേ ഹി ഈസ് നോട്ട് ഏബിൾ ടു കൺട്രോൾ. അങ്ങനെയുള്ളതിനെ ഇറസിസ്റ്റബിൾ ഇമ്പൾസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ആക്ട് ചെയ്യുമ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നു എങ്കിൽ അത് ഒരു ഡിഫൻസായിട്ട് ഇവിടെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇംഗ്ലീഷ് ലോയിൽ ഈ പിന്നെ ഇറസിസ്റ്റബിൾ ഇമ്പൾസിനെ ഒരു ഡിഫൻസായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു റൂൾ എന്ന് പറയുന്നത് ദുറം ഡോക്ട്രിനാണ്. എന്താണ് ദുറം ഡോക്ട്രിൻ? ദുറം ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ അക്യൂസ്ഡ് ഈസ് നോട്ട് ക്രിമിനലി റെസ്പോൺസിബിൾ ഫോർ ഇഫ് ഹിസ് അൺലോഫുൾ ആക്ട് വാസ് ദ പ്രോഡക്റ്റ് ഓഫ് മെന്റൽ ഡിസീസ് ഓർ മെന്റൽ ഡിഫക്റ്റ്. ഇതൊരു അമേരിക്കൻ തിയറി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു അമേരിക്കൻ ഡിസിഷനാണ് ദുറം വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഈ കേസിൽ
ആണ് ഇത്തരത്തിലുള്ള ഒരു ഡിഫൻസിനെ അംഗീകരിച്ചത്. ആ അംഗീകരിച്ചത് കൊണ്ടാണ് ഇതിനെ ദുരം ഡോക്ടർ എന്ന് പറയുന്നത്. അവിടെ അക്യൂസ്ഡ് ആ ഒരു പ്രത്യേക ആക്ട് ചെയ്തത് അതൊരു മെൻ്റൽ ഡിസീസ് അല്ലെങ്കിൽ മെൻ്റൽ ഡിഫക്റ്റിൻ്റെ ഭാഗമായി ചെയ്തതാണ്. അപ്പോൾ അത് ആ മെൻ്റൽ ഡിഫക്റ്റിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ മെൻ്റൽ ഡിസീസിൻ്റെ ഭാഗമായി ചെയ്ത പ്രവൃത്തി അതിനെ ഒരു ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി വരുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു ഡിഫൻസ് ആക്കി കാണാം എന്ന് പിന്നെ പറഞ്ഞ കേസാണ്. ഇന്ത്യയിൽ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലീഗൽ ഇൻസാനിറ്റിയാണ് ഇവിടെ ഡിഫൻസ് ആയിട്ട് അലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്ന് ഇവിടെ പറയുന്നത് സെക്ഷൻ 84 പറയുന്നത് ലീഗൽ ഇൻസാനിറ്റിയാണ്, മെഡിക്കൽ ഇൻസാനിറ്റി അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻസാനിറ്റിയെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ അടുത്ത ഡിഫൻസ് എന്ന് പറയുന്നത് ഡ്രങ്കൺനെസ് ആണ്. സെക്ഷൻ 85ഉം 86ലുമാണ് ഡ്രങ്കൺനെസ്സിനെ സംബന്ധിച്ച് പറയുന്നത്. എന്താണ് ഡ്രങ്കൺനെസ്സിനെ സംബന്ധിച്ച് പറയുന്നത് ആസ് എ ഡിഫൻസ്? സെക്ഷൻ 85ൽ പറയുന്നത് ആക്ട് ഓഫ് എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് ജഡ്ജ്മെന്റ് ബൈ റീസൺ ഓഫ് ഇൻടോക്സിക്കേഷൻ കോസ്ഡ് അഗൈൻസ്റ്റ് ഹിസ് വിൽ. അവിടെ അവസാനത്തെ ലിമ്പാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കോസ്ഡ് അഗൈൻസ്റ്റ് ഹിസ് വിൽ, ഒരാൾ സ്വന്തമായി ചെയ്യുന്നതല്ല, മറ്റാരെങ്കിലും അയാളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചു, അതായത് കുടിപ്പിച്ചു. നമ്മൾ പറയാറില്ല കുടിപ്പിച്ച് കിടത്തി. അങ്ങനെ കുടിപ്പിച്ച് കിടത്തുന്നതാണെങ്കിൽ ആ കുടിപ്പിച്ച് കിടത്തിയതിന് ശേഷം അയാൾ ചെയ്ത പ്രവൃത്തി അതൊരു ക്രിമിനൽ ഒഫൻസായി മാറിയാൽ പക്ഷേ അത് നിന്നും അയാൾക്ക് എന്ത് കിട്ടും? പ്രൊട്ടക്ഷൻ കിട്ടും. ഇറ്റ് വിൽ ബി എ ഡിഫൻസ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ദറ്റ് ഇൻടോക്സിക്കേഷൻ വാസ് വിത്തൗട്ട് ഹിസ് നോളേജ് ഓർ അഗേൻസ്റ്റ് ഹിസ് വിൽ. ഞാൻ അതുകൊണ്ടാണ് അവിടെ അത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ ഇൻവോളണ്ടറി ഇൻടോക്സിക്കേഷനാണ് ഇവിടെ ഡിഫൻസ് ആക്കി നമുക്ക് കിട്ടുന്നത്. വോളണ്ടറി ഡ്രങ്കൺനെസ് എന്ന് പറയുന്നത് എന്തല്ല, ഡിഫൻസ് അല്ല. ഒരു കേസുണ്ട് പഴയ മിർസ ഖാനി ബേഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വോളണ്ടറി ഡ്രങ്കൺനെസ് ഈസ് നോ എക്സ്ക്യൂസ് ഫോർ കമ്മീഷൻ ഓഫ് എ ക്രൈം. പക്ഷേ ഇൻ കേസ് ഓഫ് ഡെലിറിയം ട്രമൻസ്, ഇതാണ് ഡെലിറിയം ട്രമൻസ്. ഡെലിറിയം ട്രമൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കുടിച്ചുകൊണ്ട് അങ്ങനെ മൊത്തമായി കിടക്കുന്നൊരവസ്ഥ, ഏത് സമയത്തും അകത്ത് വെള്ളമായിരിക്കും. ആ കേസിലും ഇവിടെ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൾമോസ്റ്റ് ഈക്വൽ ടു ഇൻവോളണ്ടറി ഡ്രങ്കൺനെസ് എന്നാണ്. കാരണം ഇപ്പോൾ അയാളുടെ കൺട്രോളല്ല കാര്യങ്ങൾ, അയാൾ കുടിച്ചുകൊണ്ടേയിരിക്കുന്നു, എപ്പോഴും അകത്ത് വെള്ളത്തിലായിരിക്കും. നമ്മൾ പറയാറില്ല വെള്ളത്തിൽ കിടപ്പാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആളിനെയും ഇതേ ഫൂട്ടിങ്ങിലാണ് വെച്ചിട്ടുള്ളത്. ഏത് ഫൂട്ടിങ്ങിൽ? ഇൻവോളണ്ടറി ഡ്രങ്കൺനെസ് എന്നുള്ള കാറ്റഗറിക്കകത്ത്. അപ്പോൾ അവർക്കും അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ ഡിഫൻസ് 85 പ്രകാരം ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ 85ൽ ഇൻകേപ്പബിൾ ഓഫ് ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് ജഡ്ജ്മെന്റ് ബൈ റീസൺ ഓഫ് ഇൻടോക്സിക്കേഷൻ കോസ്ഡ് അഗേൻസ്റ്റ് ഹിസ് വിൽ, അതായത് ഇൻവോളണ്ടറി ഡ്രങ്കൺനെസ് ആണ്. അതിൽ ഡെലിറിയം ട്രമൻസും ഇൻവോളണ്ടറി ഡ്രങ്കൺനെസ് ആയിട്ട് കാണാം എന്ന് പറയുന്നു. 86ൽ പറയുന്നു ഒഫൻസ് റിക്വയറിംഗ് എ പർട്ടിക്കുലർ ഇന്റന്റ് ഓർ നോളജ് കമ്മിറ്റഡ് ബൈ ഓൺ ഹൂ ഈസ് ഇൻടോക്സിക്കേറ്റഡ്. അതായത് ഒരു പ്രത്യേക ഒഫൻസ് അത് ഒഫൻസായി മാറണമെങ്കിൽ ദാറ്റ് റിക്വയർസ് എ പർട്ടിക്കുലർ ഇന്റന്റ് ഓർ നോളജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഇന്റൻഷനും ഒരു പ്രത്യേക നോളജും വേണ്ട തരത്തിലുള്ള പ്രവൃത്തിയാണ്. അത് ഒരു ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ആള് ചെയ്താൽ ആ ഇൻടോക്സിക്കേഷന്റെ പുറത്താണ് അത് ചെയ്യുന്നതെങ്കിൽ അയാൾ, പക്ഷെ അവിടെയും ഒരു കാര്യമുണ്ട്, അയാളുടെ നോളജും അയാളുടെ വില്ലും ആയിട്ടല്ല, അതായത് ഇൻവോളണ്ടറി ആയിട്ട് ഉണ്ടായതാണെങ്കിൽ ആ പർട്ടിക്കുലർ നോളജും ഇന്റൻഷനും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഡിഫൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം ആ തരത്തിലുള്ള പ്രവൃത്തി എന്നാണ് 86ൽ പറയുന്നത്. ഓക്കെ, ആ ഒരു പ്രത്യേക പ്രവൃത്തിയോ നോളജോ ഉണ്ടെങ്കിൽ മാത്രമേ, പ്രത്യേക ഇന്റൻഷനോ നോളജോ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒഫൻസ് ആകും. അപ്പോൾ അയാൾ അത് ചെയ്യുന്നു, പക്ഷേ ചെയ്യുമ്പോൾ അയാൾ ഇൻവോളണ്ടറി ഡ്രങ്കൺനെസ് കാരണം ആണ് അത് ചെയ്തത്. അപ്പോൾ ആ ചെയ്ത സമയത്ത് അയാൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അയാൾ ചെയ്തതിന് ലയബിൾ അല്ല എന്നുള്ളതാണ് 86ൽ പറയുന്നത്. ഇതിനകത്ത് 85 ആണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. കാരണം അതാണ് ഇതിനകത്ത് ബേസിക് തിയറി പറയുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്ന തിയറി പ്രധാനമായിട്ട് ഇതാണ്, ഇറ്റ് ഷുഡ് ബി കോസ്ഡ് അഗേൻസ്റ്റ് ഹിസ് വിൽ. അത് മാത്രമാണ് പ്രധാനമായിട്ടും ഓർമ്മിക്കേണ്ടത്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഡെലിറിയം ട്രമൻസ് the person will be on the same footing like a person who has caused involuntary drunkenness. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, നേരത്തെ പഠിച്ച കാര്യമാണ് എന്നുള്ളത് അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും എവിടെയെങ്കിലും ആർക്കെങ്കിലും
ചോദിക്കേണ്ടതുണ്ടെങ്കിൽ എന്നെ നിർത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ചോദിച്ചോളൂ. ഓക്കെ. ഡെലിറിയം ട്രെമൻസ് അത് ഇന്ത്യൻ കോടതിയിൽ ഇപ്പോഴും അപ്ലൈ ചെയ്യുന്നുണ്ടോ? അത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവര് ഒരു ചികിത്സയ്ക്ക് അങ്ങനെ എന്തെങ്കിലും വിടുവോ? അങ്ങനെയാണ്? ഇല്ലല്ല, ചികിത്സയ്ക്ക് വിടില്ല. ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് പറഞ്ഞാല് ഈ ഈ നമ്മുടെ ഇവിടെ ഡിഫൻസ് ഇത് IPCയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും കോടതിയിൽ ആക്ച്വൽ ഡിഫൻസ് കിട്ടുക എന്നുള്ളത് വലിയ പാടാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിന് പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് പിന്നെ നമ്മുടെ കയ്യിൽ രേഖകൾ വേണം. അതുകൊണ്ടാണ് ഇതിനകത്ത് ആദ്യമേ ഒരു കാര്യം പറയുന്നത് ഇൻവോളണ്ടറി ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇൻവോളണ്ടറി ആയിരിക്കണം ഒരു ഘട്ടത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇയാൾ സ്ഥിരമായി മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, അയാൾക്ക് ഒരു തലയ്ക്ക് വിളവില്ലാതിരിക്കുന്ന ആളാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ കഴിയണം. അങ്ങനെ പ്രൂവ് ചെയ്താൽ കൊല അല്ലാത്ത തരത്തിലുള്ള ഒഫൻസുകൾക്ക് വേണമെങ്കിൽ ഒരു ഡിഫൻസ് ആയിട്ട് ഇതിനെ എടുക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ ഒരു ഡിഫൻസ് എടുത്താൽ കോടതി ഈ പിന്നെ ചില സാഹചര്യങ്ങൾ മാത്രം ചിലപ്പോൾ ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരമൊക്കെ വിട്ടാലായി. അതെല്ലാ കേസിലും ഉണ്ടാകാറില്ല. ഇവിടെ ഡിഫൻസ് അലോ ചെയ്യുന്നത് തന്നെ വളരെ കുറവാണ്. അധികം ഈ ഡിഫൻസ് എടുക്കാറും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യയിലൊക്കെ വളരെ റയറായിട്ട് ഇത്തരത്തിലുള്ള ഡിഫൻസ് എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതിയുടെ ഇത്തരത്തിലുള്ള അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ലോവർ കോർട്ടാണല്ലോ ചെയ്യേണ്ടത്. അങ്ങനെ കോടതിക്ക് ചെയ്യണം എന്ന് നിർബന്ധമല്ല. വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ അത് നിർബന്ധമല്ല. പിന്നെ ഇതിൽ സംഭവിക്കുന്ന എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ആൾറെഡി ഇയാൾ ചിലപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ക്രൈം നടത്തിയ ആദ്യത്തെ ഘട്ടത്തിൽ കുറേ നാൾ ജയിലിൽ കിടന്നിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ കോടതി ചിലപ്പോൾ അത്രയും കാലഘട്ടം പരിഗണിച്ച് ഇതിനെ എന്ത് ചെയ്യും, സെറ്റ് ഓഫ് ചെയ്യും. അവസാനം പണിഷ് ചെയ്യുമ്പോൾ പണിഷ്മെൻറ്റ് തീരുമാനിക്കുകയാണെങ്കിൽ. അതല്ലെങ്കിൽ ഡിഫൻസ് ആയിട്ട് കൊടുത്താൽ കോടതി അങ്ങനെ ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും അങ്ങനെ വിടാറില്ല. അത്രയ്ക്ക് അത് ചെയ്യാറില്ല. ഇതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് എന്നെ നിർത്തി ചോദിച്ചോണ്ടാൽ മതി. നിങ്ങൾ ഇതിലൊന്നും വലുതായിട്ട് ഇഷ്യൂ വരാൻ സാധ്യതയില്ല എന്ന് വെച്ചാൽ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഡ്രങ്കണ്ണസിനെ സംബന്ധിച്ച് പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാസുദേവ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പെപ്സു എന്ന് പറയുന്ന ഒരു കേസാണ്. ഈ കേസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, LLBക്ക് പഠിച്ചിട്ടുള്ള കേസാണ്. ഇയാളൊരു മിലിറ്ററിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ഇയാളും ഒരു പയ്യനും ഒക്കെ കൂടെ ഒരു വെഡ്ഡിങ് പാർട്ടി അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. നന്നായിട്ട് അടിച്ച് ബൂസായി. അടിച്ച് ഫിറ്റായതിനു ശേഷം ഇയാൾ എവിടെ അങ്ങോട്ടോ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇയാളിരുന്ന ചെയറിൽ കയറി ഒരു പയ്യൻ, ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ കയറിയിരുന്നു. അതൊരു 15 വയസ്സുള്ള പയ്യനായിരുന്നു. അപ്പോൾ അയാൾ കയറി ഇരുന്നപ്പോൾ ആ ചെയർ മാറി തരണം, അത് ഞാൻ ഇരുന്ന ചെയറാണെന്ന് പറഞ്ഞ് ഇയാൾ ബഹളം വെച്ചു. അങ്ങനെ പയ്യൻ മാറിയില്ല. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, ഇയാളുടെ കയ്യിൽ ഒരു പിസ്റ്റൽ ഉണ്ടായിരുന്നു. ആ പിസ്റ്റൽ വെച്ച് എന്ത് ചെയ്തു, ഇവൻ്റെ അടിവയർ നോക്കി ഒരു വെടി വെച്ചു കൊടുത്തു. ആ ഒരൊറ്റ വെടിയിലെ ആള് മരണപ്പെട്ടു, ആ ഒരു പയ്യൻ. അപ്പം ഇവിടെ ഈ പിന്നീട് ഇതൊക്കെ ഒരു കേസായി മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രതി ഒരു ഡിഫൻസ് എടുത്തത് എന്താണ്, ഞാൻ കുടിച്ച് ഫിറ്റായിപ്പോയി, അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന്, അങ്ങനെ ഞാൻ അറിയാതെ തലയ്ക്ക് വെളിവില്ലാതെ ചെയ്ത പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞ് ഒരു ഡിഫൻസ് എടുത്തു. 85 എല്ലാം കൊണ്ടുപോകും. പക്ഷേ ഇവിടെ കോടതി കണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ ഇത് സ്വന്തമായി കുടിച്ചതാണ്, ഇതാരും കുടിപ്പിച്ച് കിടത്തിയതല്ല, ഇത് ഇൻവോളണ്ടറി ഡ്രങ്കൺനെസ് അല്ല, വോളണ്ടറിയാണ് എന്നുള്ളത് കണ്ടു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അതിനകത്ത് മനസ്സിലായി. മാത്രമല്ല അയാൾ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് അറിയാമായിരുന്നു, അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് എന്നുള്ള ഒരു ഇത് കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്ത് കൊടുത്തില്ല, ഒരു ഡിഫൻസായിട്ട് എടുക്കാനായിട്ട് അതിനെ സമ്മതിച്ചില്ല. അങ്ങനെയുള്ള ഒരു കേസാണ് ഈ പറഞ്ഞ വാസുദേവ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പെപ്സു. അപ്പോൾ ഇതിൻ്റെ അണ്ടർലൈനിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ഇൻവോളണ്ടറി ഡ്രങ്കൺനെസ് ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ വോളണ്ടറി ഡ്രങ്കൺനെസ്സിൻ്റെ കേസിൽ ഇതില്ല, എക്സെപ്റ്റ് ഡെലിറിയം ട്രബിൾസ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ പിന്നെ ഡ്രങ്കൺനെസ്സിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇത് കഴിഞ്ഞ് അടുത്തത് നമുക്ക് പിന്നെ ഉള്ള ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത് കൺസെന്റ് ആണ്. സെക്ഷൻ 87 മുതൽ 91 വരെ ഈ സെക്ഷൻസ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് പോകണം, പ്രത്യേകിച്ച് ജനറൽ എക്സെപ്ഷൻസിന്റെ. കാരണം ഞാൻ ഒരിക്കൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടത്,
ഇതിനകത്ത് ഒരു 4-5 പിന്നെ ജനറൽ എക്സെപ്ഷൻസ് ഒരു സൈഡിൽ തന്നിട്ട് മറ്റേ സൈഡിൽ അതിൻ്റെ സെക്ഷൻസ് ഷഫിൾ ചെയ്തിട്ടു. എന്നിട്ട് അതിനെ മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് മാച്ച് ചെയ്തുകൊണ്ട് 5 ഓപ്ഷൻസ് താഴെ കൊടുത്തു. അപ്പോൾ ഇത് നമ്മൾ ആ സെക്ഷൻസും കൂടെ അങ്ങനെ നോക്കി വച്ചില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകും. ഇത് പഠിക്കാനും എളുപ്പമാണ്. നമ്മൾ ആ തുടങ്ങുന്ന ഇടം മുതൽ 76 മുതൽ നമ്മൾ 95 വരെ ഒന്ന് ശ്രദ്ധിക്കാനേ ഉള്ളൂ. കാരണം 96 മുതലുള്ള എല്ലാം ഒന്ന് തന്നെയാണ്. അതാണ് റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് ആണ്. അപ്പോൾ റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസിന് മുമ്പ് വരെയുള്ളതിൻ്റെ സെക്ഷൻസ് അതിൽ തന്നെ കൺസെൻറ്റ് ഈ 87 മുതൽ 91 വരെ ഉള്ളതുകൊണ്ട് അതും ഒരു ബൾക്കായിട്ടൊരു ഏരിയ കവർ ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളതൊന്ന് മനസ്സിലാക്കി വയ്ക്കണം. കാരണം ക്വസ്റ്റ്യൻസ് അങ്ങനെയും കാണുന്നുണ്ട്. സെക്ഷൻ ചോദിച്ചിട്ട് മാച്ച് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 87 മുതൽ 91 വരെയാണ് കൺസെൻറ്റ് ആസ് എ ഡിഫൻസ് IPC പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് പറയുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ if a man deemed to suffer a harm voluntarily, he cannot complain of it when it comes about എന്നുള്ളതാണ്. അതായത് ഒരാൾ അയാൾക്ക് ഉണ്ടായ ഹാം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൺസെൻറ്റ് കൊടുത്തതിൻ്റെ പേരിൽ പിന്നീട് അയാൾക്ക് പിന്നെ അതായത് അത് ആരാണോ ആ ഹാം ചെയ്തത് അയാൾക്ക് അത് ഡിഫൻസ് ആയിട്ട് എടുക്കാം. കാരണം ഞാനിത് കൺസെൻറ്റ് നേരത്തെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കൺസെൻറ്റ് എന്ന് പറയുന്നത് കൊലയോ അങ്ങനെയുള്ള കാര്യത്തിന് സാധാരണഗതിയിൽ കൊല അല്ലെങ്കിൽ ഗ്രീവസ് ആക്ടിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. 87 ഈ പ്രിൻസിപ്പിൾ പറയുമ്പോൾ അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ബേസ്ഡ് ഓൺ എ മാക്സിം വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി. അതായത് നിങ്ങൾ LLB പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഹി ഹു കൺസെൻറ്റ് സഫേഴ്സ് നോ ഇഞ്ചുറി എന്നാണ്. അതായത് ഒരാൾ കൺസെൻറ്റ് കൊടുത്തിട്ട് പിന്നെ ഉണ്ടാകുന്ന ഇഞ്ചുറി ഈസ് നോട്ട് അറ്റ് ഓൾ ഇഞ്ചുറി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മാക്സിമിൻ്റെ പുറത്താണ്, ആ മാക്സിമിനെ ബേസ് ചെയ്താണ് 87 ഈ ഒരു ഡിഫൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഒരു ജനറൽ എക്സെപ്ഷനായി ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വോളണ്ടറി ആയിട്ട് ഒരാൾ കൺസെൻറ്റ് കൊടുക്കുന്നു. ആ കൺസെൻറ്റ് കാരണം ഒരു ഇഞ്ചുറി സംഭവിച്ചാൽ പിന്നീട് ആ ഇഞ്ചുറി കൊടുത്ത അയാൾ പിന്നെ ഇതിൽ നിന്നും ഒഫൻസിൽ നിന്നും രക്ഷപ്പെടുന്നു, ഒരു ക്രൈമിൽ നിന്നും അയാൾ രക്ഷപ്പെടുന്നു. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ബേസ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഒളിമ്പിക്സ് നടക്കുന്ന സമയമാണ്. ഒളിമ്പിക്സിൽ പല ഇനങ്ങളും ഇത്തരത്തിൽ കൺസെൻറ്റ് വാങ്ങിയിട്ട് മാത്രം ആൾക്കാരെ ചേർക്കുന്ന ഇവൻസാണ്. ഉദാഹരണം ബോക്സിങ്, ഫെൻസിങ്, അല്ലെങ്കിൽ ഹോക്കി ഒക്കെ നല്ല എക്സാമ്പിൾസാണ്. ഹോക്കിയിലുമൊക്കെ അടി കൊണ്ടു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുമെന്ന് പറയാൻ കഴിയില്ല. ചില സാഹചര്യങ്ങളിൽ ആൾ മരണപ്പെടാൻ വരെയുള്ള സാധ്യത ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള പിന്നെ ഗെയിംസിനൊക്കെ എഴുതി വാങ്ങിയിട്ടാണ് ആൾക്കാരെ അകത്ത് പ്രവേശിക്കുന്നത്. ഈ ഇൻക്ലൂഡിങ് ജിംനാസ്റ്റിക് ഐറ്റംസ് ആൻഡ് പ്ലസ് വെയിറ്റ് ലിഫ്റ്റ്. അതൊക്കെ മറിഞ്ഞ് മോളിൽ കൂടെ വീഴാനുള്ള സാധ്യതയുണ്ട്, എല്ല് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിന് എഴുതി വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി വാങ്ങിയിട്ട് ചെയ്തിട്ട് പിന്നീട് ഞാൻ ഈ ഗെയിമിൽ പങ്കെടുത്തെങ്കിലും എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ സംഭവിക്കുമായിരുന്നെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഗെയിം നടത്തിയവരെല്ലാം പ്രതിയാകണം എന്ന് പറയാൻ കഴിയില്ല. കാരണം അവരുടെ കൺസെൻറ്റ് ആദ്യമേ വാങ്ങുകയാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്കറിയാം ഓപ്പറേഷൻസ് നടക്കുന്നത്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സർജറി. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നു, സർജറി നടത്തുന്നു. സർജറി നടത്തുന്നതിന് മുമ്പ് ഡോക്ടർ എഴുതി വാങ്ങാറുണ്ട് ഹി കൺസെൻസ് ഫോർ ദിസ് സർജറി. അപ്പോൾ ആ കൺസെൻറ്റ് നമ്മൾ കൊടുത്തതിന് ശേഷം സർജറി നടക്കുകയാണെങ്കിൽ അത് കാരണം പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ സ്വാഭാവികമായും അതൊരു ഒഫൻസ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് കൺസെൻറ്റിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയാൻ കഴിയുന്നത്. ഓക്കെ, ഗെയിംസിന് കൊടുക്കുന്ന കൺസെൻറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ കൊടുക്കുന്ന കൺസെൻറ്റ് ഇതൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. പക്ഷേ ഹർപാൽ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കേസിൽ 1981 സുപ്രീം കോടതി പറഞ്ഞു. അത് പിന്നീട് ഇങ്ങോട്ട് വീണ്ടും പല കേസുകളിലും പറഞ്ഞ കാര്യം തന്നെയാണ് റീട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കൺസെൻറ്റ് ഓഫ് എ ഗേൾ ബിലോ ദ ഏജ് ഓഫ് 16 അന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ അത് 18 അത് ടോട്ടലി ഇറലവൻറ്റ് ഇൻ കേസ് ഓഫ് റേപ്പ്. അത് നിങ്ങൾക്കറിയാം എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ അത് എഴുതാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ കൺസെൻറ്റ് ആസ് എ ഡിഫൻസ് എടുക്കുമ്പോൾ ഇത് അതൊരു എക്സെപ്ഷനായിട്ട് മാറുന്നു എന്നുള്ളത് കാണിക്കാനാണ് എന്നുള്ളതുകൊണ്ട് ഇവിടെ അത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിനെ സംബന്ധിച്ച് പ്രധാനമായിട്ട് പറയുന്നത്. മറ്റൊന്ന് കൺസെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. കൺസെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ആയണം എന്ന് തന്നെ ഇല്ല, ഇംപ്ലൈഡും ആവാം. ചില കേസുകളിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം അത് കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇംപ്ലൈഡാണ്. നമ്മൾ കോൺട്രാക്റ്റിൽ നമ്മൾ പിന്നെ പഠിക്കാറില്ല. ഇപ്പോൾ ഏതെങ്കിലും ബസ്സിൽ കയറുമ്പോൾ ടിക്കറ്റ് എടുക്കണമെന്നുള്ളത് ഇംപ്ലൈഡാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് എഴുതി വയ്ക്കേണ്ടതോ അല്ലെങ്കിൽ പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെയും
എന്തെങ്കിലും തരത്തിലുള്ള ഇംപ്ലൈഡ് ആയിട്ടുള്ള കൺസെന്റ് ആണെങ്കിലും അതിനെ കൺസെന്റ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ അത് കാരണം എന്തെങ്കിലും പിന്നീട് ഇഞ്ചുറി ഉണ്ടായാൽ ഇഞ്ചുറി കൊടുത്ത ആൾക്ക് അതിന് ഡിഫൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ കഴിയും. 88 പറയുന്നുണ്ട്, ആക്ട് നോട്ട് ഇന്റൻഡഡ് ടു കോസ് ഡെത്ത് ഡൺ ബൈ കൺസെന്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ പേഴ്സൺസ് ബെനിഫിറ്റ്. ഇത് പ്രധാനമായിട്ട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആൾക്കാരെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് കൊടുക്കുന്ന കൺസെന്റ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസ് തന്നെ, മെഡിക്കൽ പ്രാക്ടീഷണർ, അതായത് ഡോക്ടർക്ക് ഒരു കൺസെന്റ് കൊടുക്കുന്നു. ആ കൺസെന്റ് കൊടുത്തതിന് ശേഷം സർജറി നടക്കുന്നു. സർജറിയുടെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുന്നില്ല, വിപരീത ഫലം ഉണ്ടായാൽ അവിടെ ഡോക്ടർ രക്ഷപ്പെടുന്നത് ഈ കൺസെന്റ് കൊടുക്കുന്നതുകൊണ്ടാണ്. അവിടെ യഥാർത്ഥത്തിൽ കൺസെന്റ് കൊടുത്തത് എന്തിനാണ്? ഇറ്റ് വാസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ പേഴ്സൺ. ഇപ്പോൾ എനിക്ക് എക്സാമ്പിൾ ഇതിൽ പറയുന്നതനുസരിച്ച് കാറ്ററാക്ട് ഉണ്ടായി. അപ്പോൾ കാറ്ററാക്ട് തിമിരം ബാധിച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോവുകയാണ്. ഡോക്ടറെ അടുത്ത് പറയുകയാണ് ഈ തിമിരം മാറ്റണം. അപ്പോൾ ഡോക്ടറിൻ്റെ എഴുതി വാങ്ങുകയാണ്, ശരി ഞാൻ ഓപ്പറേഷൻ ചെയ്യാം, പക്ഷേ ഈ ഓപ്പറേഷൻ ഒരു കുഴപ്പമുണ്ട്, ഈ ഓപ്പറേഷൻ ചെയ്താൽ ചിലപ്പോൾ കണ്ട കാഴ്ച നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു, യെസ് എന്നാലും എനിക്കിത് ചെയ്യണം, ഇന്നത്തെ എൻ്റെ സ്ഥിതിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനും ചിലപ്പോൾ സാധിക്കുമല്ലോ. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നു, ചെയ്തതിന് ശേഷം കാഴ്ച നഷ്ടപ്പെടുന്നു. അപ്പോൾ അവിടെ ഡോക്ടർ ഇന്നത്തെ കേസിൽ ഇത് റിലവൻ്റ് അല്ല ഈ കേസ്. കാരണം ഇന്നിപ്പോൾ കാറ്ററാക്ട് പോലുള്ള ഒരു സർജറി എന്ന് പറയുന്നത് വെറും കീഹോൾ സർജറിയാണ്. അത് കാരണം ആരുടെയും കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു വിഷയം വരുന്നില്ല. പക്ഷെ അന്ന് ഇതൊരു ഡിഫൻസായി ക്ലെയിം ചെയ്ത ഒരു കേസാണ്. എന്ന് പറഞ്ഞാൽ ഇന്നും ഇത് റിലവൻ്റ് ആവുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ ഇതൊരു വലിയ കാര്യം തന്നെയാണ്. ഏത് തരത്തിലുള്ള സർജറിയോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിനോ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ഈ കൺസെന്റ് നമ്മുടെ എന്നൊക്കെ എഴുതി വാങ്ങാറുണ്ട്. നമ്മുടെ എന്നു പറഞ്ഞാൽ ഇത് പോകുന്ന ആളുടെ. ഇപ്പോൾ സീരിയസ് ആയിട്ട് കൊണ്ട് അബോധാവസ്ഥയിൽ കിടക്കുന്ന ആളുടെ കാര്യത്തിലാണെങ്കിൽ അയാളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലേറ്റീവിൻ്റെ അത് എഴുതി വാങ്ങാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എഴുതി വാങ്ങുന്നത് എന്താണ്? ഡോക്ടർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ പേഴ്സൺ. അത് മറ്റൊരു ഹാം ചെയ്യാനല്ല. പക്ഷേ അത് കാരണം എന്തെങ്കിലും പിന്നീട് ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു അപായം ഉണ്ടായാൽ, ദ ഡോക്ടർ വിൽ ബി പ്രൊട്ടക്റ്റഡ് ബിക്കോസ് ഓഫ് ദിസ് കൺസെന്റ്. അതാണ് ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്. മറ്റൊന്ന്, ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ചൈൽഡ് ഓർ ഇൻസൈൻ പേഴ്സൺ ബൈ കൺസെന്റ് ഓഫ് ഗാർഡിയൻ. അതായത് കുട്ടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇൻസൈൻ ആയിട്ടുള്ള പേഴ്സന്റെ കാര്യത്തിൽ ഗാർഡിയൻ ഒരു കൺസെന്റ് കൊടുക്കുകയാണെങ്കിൽ ആ കൺസെന്റും ഒരു ഡിഫൻസ് ആണ് എന്ന് 89 പറയുന്നു. ഓക്കെ, അപ്പോൾ അതും ഒരു പ്രൊട്ടക്ഷനാണ് ഈ 89 കൊടുക്കുന്നത്. മറ്റൊന്ന് 90 പറയുന്നുണ്ട്, കൺസെന്റ് നോട്ട് ടു ബി ഗിവൺ അണ്ടർ ഫിയർ ഓർ മിസ്കൺസെപ്ഷൻ. അതായത് ഒരു പേടിച്ചിട്ടോ അല്ലെങ്കിൽ തെറ്റായ ധാരണയുടെ പുറത്ത് ഉള്ള കൺസെന്റ് ആവാൻ പാടില്ല ആ കൺസെന്റ്. അങ്ങനെയുള്ള കൺസെന്റ് ആണെങ്കിൽ അത് വാലിഡ് അല്ല എന്നാണ് പറയുന്നത്. ഈ താഴെ പറയുന്ന കുറേ കാര്യങ്ങളിൽ കൺസെന്റ് ഒരു ഫ്രീ കൺസെന്റ് അല്ല എന്ന് പറയുന്നു. അതായത് ഒന്ന്, കൺസെന്റ് ഗിവൺ ബൈ എ പേഴ്സൺ അണ്ടർ ഫിയർ ഓഫ് ഇഞ്ചുറി. നമുക്ക് ഒരു ബോഡിക്ക് ക്ഷതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതായത് മുമ്പേ നിൽക്കുന്ന ആൾ നമ്മൾ എന്തും ചെയ്യും, അങ്ങനത്തെ ഒരു പേടിയിൽ നമ്മൾ കൊടുക്കുന്ന കൺസെന്റ്, അത് കൺസെന്റ് അല്ല. കൺസെന്റ് ഗിവൺ അണ്ടർ മിസ്കൺസെപ്ഷൻ ഓഫ് ഫാക്ട്, കാര്യം മനസ്സിലാക്കാതെ കൊടുത്ത കൺസെന്റ്. കൺസെന്റ് ഗിവൺ ബൈ എ ചൈൽഡ് അണ്ടർ 12 years of age. കൺസെന്റ് ഗിവൺ ബൈ എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ആൻഡ് ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ. ഈ പറയുന്ന ആൾക്കാർ കൊടുക്കുന്ന കൺസെന്റ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ഫ്രീ കൺസെന്റ് അണ്ടർ ദിസ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ കൺസെന്റ് എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കണം എന്നുള്ളതാണ് സെക്ഷൻ 90 പറയുന്നത്. നിങ്ങൾക്കറിയാം, കോൺട്രാക്ട് ആക്ടിലും കൺസെന്റ് ഉണ്ട്. അവിടെയും പറയുന്നത് ഒരു കോൺട്രാക്ട് വാലിഡ് ആവണമെങ്കിൽ ദ കൺസെന്റ് ഷുഡ് ബി ഫ്രീ കൺസെന്റ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു ഡിഫൻസ് ആയിട്ട് IPC കൺസെന്റ് എടുക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫ്രീ. അപ്പോൾ ഈ പറയുന്ന സാഹചര്യങ്ങളിൽ അത് ഫ്രീ ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്ന് 90 പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൺസെന്റിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്. ഈ പ്രധാനപ്പെട്ട പറഞ്ഞ പോയിന്റ്സ് ഓർമ്മിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് സെക്ഷൻ 92-ലും 93-ലും പറയുന്നത് ഗുഡ് ഫെയ്ത്തിനെ സംബന്ധിച്ചാണ്. ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. എന്തിനു വേണ്ടി? ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് കൺസെന്റ് ഈസ് നോട്ട് ആൻ ഒഫൻസ് എന്നാണ്. അപ്പോൾ ആക്ട് ഇസ് ഡൺ ഫോർ ദ ഗുഡ് ഫെയ്ത്ത്, ഇൻ ഗുഡ് ഫെയ്ത്ത്. എന്തിനു വേണ്ടി? ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ, പക്ഷേ വിത്തൗട്ട് കൺസെന്റ് ആണ്, ഈസ് നോട്ട് ആൻ ഒഫൻസ്. ചില സാഹചര്യങ്ങളിൽ ചില കമ്മ്യൂണിക്കേഷൻസ് കൊടുക്കുന്നു ഗുഡ് ഫെയ്ത്തിൽ, അതും ജനറൽ എക്സെപ്ഷനായിട്ട് കണക്കാക്കുന്നതാണ്. അപ്പോൾ ഗുഡ് ഫെയ്ത്തിൽ കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ അത് പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള ഹാമായിട്ട് മാറിയാലും അത് ഗുഡ് ഫെയ്ത്തിലാണ് ചെയ്തത്, ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ ആണെങ്കിൽ അത് പിന്നെ ഒരു ഡിഫൻസ് ആയിട്ട് എടുക്കാം. പക്ഷെ അതിന് 2 എക്സെപ്ഷൻ ഉണ്ട്. ഒന്ന്, ഇന്റൻഷണൽ കോസിങ് ഡെത്ത് ഓർ അറ്റംപ്റ്റിംഗ് ടു കോസ് ഡെത്ത്, ആൻഡ് സെക്കൻഡ് ഇസ് അബറ്റ്മെന്റ് ഓഫ് എനി ഒഫൻസ്. എന്ന് പറഞ്ഞാൽ ഈ ഗുഡ് ഫെയ്ത്തിൽ ചെയ്യുന്നത് എന്ന് പറയുന്നല്ലോ, ഗുഡ് ഫെയ്ത്തിലാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ചെയ്യുകയും അത് യഥാർത്ഥത്തിൽ ഇന്റൻഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ
കൊല്ലുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരു മരണം സംഭവിക്കുക എന്ന രീതിയിലുള്ള ഒരു ഇൻറ്റൻഷൻ, ആ ഇൻറ്റൻഷനോടുകൂടി ചെയ്തതാണെങ്കിൽ, അല്ലെങ്കിൽ അമെൻമെൻറ്റ് അതിൻ്റെ പുറത്തുണ്ടായിരുന്നുവെങ്കിൽ അത് എക്സെപ്ഷൻ അല്ല എന്നാണ് ഈ സെക്ഷൻ പറയുന്നത്. ഗുഡ് ഫെയ്ത്ത് ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോൾ വലുതായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. എന്നാലും ഈ ഇത്രയും ബേസിക് കാര്യം മനസ്സിലാക്കുക. 92, 93 ആണ് ഇത് പറയുന്നത്. ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഇറ്റ് ഈസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ പേഴ്സൺ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് വിത്തൗട്ട് കൺസെന്റ് ഓൾസോ ഇറ്റ് വിൽ ബി എ ഡിഫൻസ്. അത് കഴിഞ്ഞിട്ട് 2 സെക്ഷൻസും കൂടെ നോക്കിയാൽ ഇന്നത്തെ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്ന് കമ്പൽഷൻ, മറ്റൊന്ന് ട്രൈഫിൾസ്. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. 94-ലും 95-ലുമാണ് ഇത് രണ്ടും പറയുന്നത്. 94-ൽ കമ്പൽഷൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതിനെ മറ്റൊരു പേരിലും പറയും ഡ്യൂറസ് അഥവാ കൊയേർഷൻ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഒരു സർക്കംസ്റ്റാൻസസിൽ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് ചെയ്യേണ്ടി വന്നത് മർഡറും അല്ലെങ്കിൽ ഒഫൻസസ് അഗൈൻസ്റ്റ് സ്റ്റേറ്റ് പണിഷബിൾ വിത്ത് ഡെത്തും അല്ലാത്ത തരത്തിലുള്ള ഒഫൻസിലാണെങ്കിൽ അങ്ങനെയുള്ളത് അതിനെ എന്തായിട്ട് കണക്കാക്കാം, ഒരു ഡിഫൻസ് ആയിട്ട് കണക്കാക്കാം എന്നാണ്. പക്ഷെ മർഡർ എന്ന് പറയുന്നത് ഇതിനകത്തൊരു എക്സെപ്ഷനാണ് ഈ പ്രിൻസിപ്പളിൻ്റെ. എന്ന് വെച്ചാൽ കമ്പൾഷൻ കാരണം അല്ലെങ്കിൽ കൊയർഷൻ കാരണം മർഡർ നടത്തിയാൽ അത് ഒരിക്കലും എന്തായില്ല, അതിനൊരു ഡിഫൻസ് ആയിട്ട് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ട പിന്നെ കേസ് ഓർമ്മിച്ചാൽ മതി. ഈ 3 പേര് ബോട്ടിൽ പോയിട്ട് പയ്യനെ കൊന്ന കേസ് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ അവിടെ അവർ പറയുന്നതെന്ന് വെച്ചാൽ we were compelled to, because we wanted to avoid starvation and we wanted to get out of this trouble. അങ്ങനെ പറഞ്ഞെങ്കിലും കോടതി പറഞ്ഞില്ല, മർഡർ cannot be done even in this case. അപ്പോൾ അതേ എക്സാമ്പിൾ ഇവിടെ മനസ്സിലാക്കിയാൽ മതി. 94-ലും 94-ലും അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു എക്സാമ്പിൾ. 95-ൽ പറയുന്നത് എന്താണ്? ട്രൈഫിൾസ്. അത് നിങ്ങൾക്കറിയാം, ഇതൊരു മാക്സിമിൻ്റെ പുറത്താണ്. ഈ മാക്സിംസ് നിങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് ഓർമ്മിച്ച് വയ്ക്കണം. മാക്സിംസും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. ഇവിടെ ഏത് മാക്സിമാണ് വരുന്നത്? ഡി മിനിമസ് നോൺ ക്യൂററ്റ് ലെക്സ്. നിങ്ങൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ലോ ടേക്സ് നോ അക്കൗണ്ട് ഓഫ് ട്രൈഫിൾസ്, അല്ലെങ്കിൽ ലോ ഡസ് നോട്ട് ഡീൽസ് വിത്ത് ട്രൈഫിൾ. അപ്പോൾ മൈനർ ആക്ഷൻസ് എന്ന് പറയുന്നത് എക്സ്ക്യൂസബിൾ ബൈ ലോ എന്ന് പറയുന്നതാണ് 95 പറയുന്ന ട്രൈഫിൾസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ഡിഫൻസിൽ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ള റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് ആണ്. ഇത് ഇന്ന് തുടങ്ങിയാൽ തീരില്ല എന്നുള്ളതൊന്നും മാത്രമല്ല, ഇപ്പോൾ ടൈം 6 ആയി. അപ്പോൾ അടുത്ത സെഷൻ ഞാൻ ഉടനെ തന്നെ വയ്ക്കാം, കാരണം ഇടയ്ക്ക് എൻ്റെ സെഷൻ വയ്ക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ അടുത്ത സെഷനിൽ റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസിന് മാത്രമായിട്ടൊരു സെഷൻ വയ്ക്കാം. അത് വെച്ചിട്ട് അത് ഫിനിഷ് ചെയ്യാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും ഫർദർ ഡിസ്കഷൻസ് ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം, അതർവൈസ് ഇന്ന് അവസാനിപ്പിക്കാം. അതല്ല ഇന്ന് ഉള്ളത് എന്തെങ്കിലും ഫർദർ ഡിസ്കഷൻസ് അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ അതിലും ആവാം. ഓക്കെ, പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് എടുക്കുന്നതിലോ അല്ലെങ്കിൽ ഞാൻ ഈ പ്രസൻറ്റ് ചെയ്യുന്നതിലോ വേണമെങ്കിൽ അതും അറിയിക്കണം. അതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, If you have any question, you can raise it now. Hello, sir. And the wind up here, wind up here. Yes. Okay, sir. Thank you, sir. It was a very informative session. I thank for all participants and all resource persons. Thank you so much. Thank you all.